കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വന്നു ചേരുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ട ഒരു തിരുവെഴുത്ത് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആ ആ പ്രൈസ് ദി ലോർഡ്. വായിച്ച വാക്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നത്. ചുരുങ്ങിയ സമയമാണ്, വേഗത്തിൽ പറയാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം മോശ തൻ്റെ വിടവാങ്ങൽ സന്ദേശം ഇസ്രായേൽ ജനത്തിന് നൽകിയ എങ്ങനെയാണ് നാം ഇവിടെ വരെ വന്നെത്തിയിരിക്കുന്നത്, ഈ കാര്യങ്ങൾ പറഞ്ഞു വന്ന് 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ അവരോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പരാജയം, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയം വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോശ പറയുക, നിങ്ങളോട് കനാൻ ദേശം പോയി കണ്ടവർ ഒറ്റുനോക്കാൻ പോയി അല്ലേ? ഒറ്റുനോക്കാൻ പോയി കണ്ടപ്പോൾ വളരെ മനോഹരമായ ദേശം, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. പക്ഷേ കണ്ടിട്ട് വന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്. 10 പേർ വളരെ നെഗറ്റീവായി ആളുകളെ ഭീതിപ്പെടുത്തുന്ന നിലയിൽ വാർത്ത പറഞ്ഞു. നമുക്കറിയാം, അനാക്യ മല്ലന്മാരുള്ള സ്ഥലമാണ് അല്ലേ? അവരുടെ മുമ്പിൽ നമ്മൾ ഏതുമില്ലാത്തവരെ പോലെ ഇരിക്കുന്നു. ഒരിക്കലും നമുക്ക് ആ സ്ഥലം കിട്ടത്തില്ല. പക്ഷേ യോശുവയും കാലേബും മാത്രം യഹോവ നമ്മോട് പ്രസാദിക്കുന്നെങ്കിൽ നിശ്ചയമായും നമ്മൾ ആ ദേശം കൈവശമാക്കുമെന്ന നല്ല റിസൾട്ട് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത്, അനുഗ്രഹിക്കപ്പെട്ട ആ സ്ഥലത്തെക്കുറിച്ചും വാഗ്ദത്തത്തെക്കുറിച്ചുമുള്ള വെളിപ്പാട് ലഭിച്ചിട്ടും യോശുവയുടെയും കാലേബിൻ്റെയും വാക്കുകളെ അവഗണിച്ചു. നിങ്ങളതിൻ്റെ 26-ാമത്തെ വാക്യം നിൽക്കണേ. ഇവരോട് പറഞ്ഞു, നിങ്ങൾ പർവ്വതത്തിൽ കയറിപ്പോയി ദേശം സ്വന്തമാക്കണം, ദേശം സ്വന്തമാക്കണം. പക്ഷെ അവിടെ എഴുതിയിരിക്കുക, അവർക്ക് കയറിപ്പോകുവാൻ മനസ്സില്ലാതെ. ഇനി അങ്ങോട്ട് താപ്പോട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നീട് നിങ്ങളോട് പറയുമ്പോൾ വായിക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആ ദേശം തരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ജനത്തിന് കയറിപ്പോകുവാൻ മനസ്സില്ല, ദൈവം പറഞ്ഞത് കേൾക്കാൻ മനസ്സില്ല. അവര് അവിടുത്തെ ജാതികളെ ഭയപ്പെട്ടു.
ദൈവത്തെ അവർ അവിശ്വസിച്ചു. കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു മോശയോട്. മോശേ, ഇവർക്ക് ഏതായാലും മനസ്സില്ല. പക്ഷേ കാലേബ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ എന്നോട് പറ്റി നിന്നതുകൊണ്ട് അവൻ അവിടെ പോവും. തീർന്നില്ല, യോശുവ ഉണ്ടല്ലോ, അവൻ അവിടെ പോകും. എന്നിട്ട് കർത്താവ് വേറൊരു കാര്യത്തോട് പറഞ്ഞു, മരുഭൂമിയിൽ ജനിച്ച ഈ കുഞ്ഞുകുട്ടികൾ, മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്ന നിങ്ങളല്ല, ഗുണവും ദോഷവും തിരിച്ചറിയാത്ത ഈ കുഞ്ഞുകുട്ടികൾ ദൈവം കൽപ്പിച്ച കനാനിൽ എത്തും. അല്ലേ? ഈ ഒരു ദൂത് മോശ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ഇതുവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നവന്മാർക്ക് ചൂട് കയറി. ശ്രദ്ധിക്കണം, ചിലർക്ക് അങ്ങനെ നമുക്ക് കിട്ടിയില്ല, വേറൊരാൾക്ക് ആ അനുഗ്രഹം കിട്ടുമെന്നറിഞ്ഞാൽ അന്നേരം നമുക്ക് പ്രശ്നം ഉണ്ട്. അന്നേരം നമുക്ക് അതുവരെ ഇല്ലാത്തൊരു ചൂടൊക്കെ വരും. അങ്ങനല്ലേ? ആത്മീയകാര്യത്തിലും അങ്ങനല്ലേ? എനിക്ക് കിട്ടാത്തൊരു അംഗീകാരം വേറൊരാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ നമുക്കെന്താ? നമുക്കത് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞതാ. പക്ഷേ വേറൊരാൾക്ക് അത് കിട്ടുമെന്ന് കേട്ടപ്പോൾ പ്രശ്നമായി. ഇതുപോലെ യോശുവയ്ക്കും കാലേബിനും, അത് മാത്രമല്ല ഈ കുഞ്ഞുകുട്ടികൾക്ക് ഈ അനുഗ്രഹം കിട്ടുമെന്ന് കേട്ടപ്പോൾ ഇവരെല്ലാവരും കൂടെ മനസ്സങ്ങ് മാറി. പെട്ടെന്ന് മനസ്സ് മാറി. 35 മുതൽ വായിച്ചു. അതിൽ ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാരാരും കാണത്തില്ല. ഒരു ദൂത കേട്ടോ, ആരും കാണത്തില്ല. അയ്യോ, ഈ ദൂതൊക്കെ നമ്മളോട് പറഞ്ഞുള്ള അവസ്ഥ ഓർത്ത് വയ്ക്കേ. ഓരനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ഹൃദയം പടയും എന്ന് പറഞ്ഞതുപോലെ പറയുക. ഈ ദുഷ്ടതലമുറയിലെ ആരും കാണത്തില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും കണ്ടോ? ദൈവം സത്യം ചെയ്ത് കൽപ്പിച്ചു. കാലേബിന് മാത്രമല്ല, കാലേബിന്റെ തലമുറയ്ക്കും ഞാനത് കൊടുക്കും. ഞാനൊരു ദൂത് പറയാൻ കേട്ടോ. ദൈവമെന്ന് പറയുന്നത് പാരമ്പര്യം നോക്കി അനുഗ്രഹിക്കുന്നവനല്ല. വർഷങ്ങൾ കഴിഞ്ഞല്ലോ എന്നാൽ അനുഗ്രഹിച്ചേക്കാമെന്നല്ല, എത്ര നാൾ കഴിഞ്ഞോ കഴിഞ്ഞില്ലയോ എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് പറ്റി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും. നമുക്കറിയാം, ഇന്ന് പെന്തിക്കോസിൽ 100 വർഷമായി അല്ലേ? പെന്തക്കോസിൻ്റെ 100 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ പാരമ്പര്യം പറഞ്ഞിരിക്കുന്നവരെക്കാൾ കൂടുതൽ ഈ അടുത്ത കാലത്ത് വന്നവർ ആത്മികമായും ഭൗതികമായിട്ടുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. ആണോ? വളരെ അടുത്താ. പക്ഷേ അവരൊക്കെ വളരെ ആത്മികമായും ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോഴും 100 വർഷത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞ പലരും ഇപ്പോഴും വഴി കിടക്കുക. കാലേബിനെ പോലെ സ്തോത്രം, കുറ്റവും കുറവും നോക്കാൻ നടന്നില്ല, അവിശ്വാസം പറയാൻ നിന്നില്ല, പറ്റി നടന്നവൻ്റെ തലമുറ അനുഗ്രഹിച്ചു. ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനം കേൾക്ക് നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ആരുടെയും കുടുംബ പാരമ്പര്യം നോക്കുന്നില്ല. ഇന്ന് പകലും അവനോട് പറ്റി നിൽക്കുന്ന ഒരു തലമുറയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ദൈവം വിടുവിക്കും. ഇന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തും. ഇന്നും ദൈവത്തോട് വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങളെ വിടുവിക്കും. അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ദൈവം അതിനകത്ത് വേറൊന്നും നോക്കുന്നില്ല. കാലേബിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, അവൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവം
സത്യം ചെയ്തങ്ങ് കൽപ്പിച്ചു. നോക്കണേ എന്താ സംഭവിച്ചത്. അടുത്ത വാക്യം. ആ, മോശയോടും പറഞ്ഞു. ദൈവം കോപിച്ചു. ആര് നിമിത്തം കോപിച്ചെന്നാ മോശ അവിടെ പറയുന്നത്? ആര് നിമിത്തം? നിങ്ങൾ നിമിത്തം ദൈവം എന്നോട് കോപിച്ചിട്ട് പറയുക, നീയും അവിടെ. ഈ മോശയോട് മോശ പറയാ, നിങ്ങൾ നിമിത്തം എന്നോടും ദൈവം കോപിച്ചു അല്ലേ? അപ്പൊ അവരോട് കോപിച്ചെന്ന് മാത്രമല്ല, മോശയും കൂടെ എന്തായി? ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ഇടയിൽ കടന്നാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയാം. ആത്മീകനാണോ കൂടെ വരുന്നവനും അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവരാണോ വരുന്നവരും പോകുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. ശുശ്രൂഷകനും അനുഗ്രഹമാ, കേൾക്കുന്നവർക്കും അനുഗ്രഹമാ, വരുന്നവർക്കും അനുഗ്രഹമാ. പക്ഷെ അനുസരണം കെട്ടതാണോ അതിൻ്റെ പ്രശ്നം എല്ലാവരും അനുഭവിക്കും. അത് പാസ്റ്റർക്കും അനുഭവിക്കും. പിടികിട്ടിയോ? അതാ മോശ പറഞ്ഞ, നിങ്ങൾ നിമിത്തം എന്നോടും ദൈവം എന്ത് ചെയ്തു? ആമേൻ. എന്നിട്ട് നീയും അവിടെ ചെല്ലത്തില്ല. മോശയോട് പറയാ, പിന്നെ നീ ചെല്ലത്തില്ല, പക്ഷേ നൂൻ്റെ മകനായ യോശുവ, അതായത് മോശയുടെ സഹായിയാണ് യോശുവ, അവിടെ ചെല്ലും. നിങ്ങൾ നോക്കണേ, ഇതിപ്പോൾ നമ്മളോടാ പറയുന്നെങ്കിൽ, ഇപ്പം ടോപ്പ് ലീഡറായിട്ട് ഒരാൾ പറയുക, നിനക്ക് കിട്ടത്തില്ല, നിൻ്റെ അസിസ്റ്റൻറ്റിന് കിട്ടുമെന്ന് പറഞ്ഞാൽ സഹിക്കുമോ? വലിയ പാടാ. സഹിച്ചേ പറ്റൂ. കർത്താവ് പറഞ്ഞു, മുമ്പന്മാർ പലരും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഇന്ന് വർഷങ്ങളുടെ ഒന്നും വിഷയമല്ല. വിശ്വസ്തയോടെ ആര് നിൽക്കുമോ അവരെ ഈ തലമുറയിലും ദൈവം അനുഗ്രഹിക്കും. കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞ ഇവര് മക്കളെ കുറിച്ച് ഇവരുടെ കൺസെപ്റ്റ് എന്താണെന്നറിയോ? എന്നോടുണ്ടോ? മക്കളെ കുറിച്ചുള്ള ഇവിടെ കൺസെപ്റ്റ്, അയ്യോ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് മരുഭൂമിയിലൂടെ നടക്കുക, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗതിയും. അങ്ങനെ അവർ പറഞ്ഞത് അല്ലേ? ഞങ്ങൾക്കോ ഗതിയില്ല, പിള്ളേർക്കും ഒരു ഗതിയും ഉണ്ടാകാൻ പോകത്തില്ല, ഇവരെല്ലാം കൊള്ളയായി പോകും, ശത്രുക്കൾ ഇവരെ കൈവശമാക്കും. സ്തോത്രം. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേ, തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ അവർക്ക് വേണ്ടി കരുതുവാനും അവരെ നടത്തുവാനും ഈ ദൈവം വിശ്വസ്തനാ. നിന്റെ കാഴ്ചപ്പാടല്ല, നിന്റെ ചിന്തയല്ല, ആമേ, നിന്റെ വിചാരമല്ല ദൈവത്തിന് തലമുറയെക്കുറിച്ചുള്ളത്. ദൈവം പറയുക, നിങ്ങൾ എന്നാ പറഞ്ഞത്? അവർ കൊള്ളയായി പോകുമെന്നാ അല്ലേ? പക്ഷേ നിങ്ങൾ അവർ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ് ആ തലമുറ ആ കനാനിലെത്തും. ഇപ്പൊ പശ്ചാത്തലം പിടി കിട്ടിയോ? ഈ ഒരു ദൂത് അങ്ങോട്ട് കേട്ടപ്പോൾ, ഇന്നും നമ്മുടെ സഭകളിൽ ഇങ്ങനൊരു ദൂത് കേട്ടാൽ ആളുകൾ മനസ്സാന്തരപ്പെടും. അപ്പോൾ പറയാ, ദേ നിങ്ങൾ വന്നില്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന പുള്ളിയെ ഞാൻ വരുമ്പോൾ കൊണ്ടുപോകാന്നൊരു ദൂത് കേട്ടാൽ എന്തുമായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? എന്തോ സംഭവിക്കുന്നത്? ഇത് പറയാൻ പോവുക, നിങ്ങൾ പേടിക്കണ്ട, അതാ നടക്കാൻ പോകുന്നത്. നമ്മൾ ഈ പാരമ്പര്യം കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടെ കൃപ പ്രാപിച്ചവർ പോവും. സ്തോത്ര. നമ്മളിവിടെ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതൊക്കെ എത്ര അറിയാമെന്ന് പറയും. കാഹളം ധ്വനിക്കും, പറ്റു നിൽക്കുന്നവർ അവിടെ പോവും. ഇതാണ് നടക്കാൻ പോകുന്ന കാര്യം കേട്ടോ. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തോട് ഇന്നാണെങ്കിലും പറ്റി നിൽക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഇവിടെ ദൈവം ഇവരോട് ഈ ദൂത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോ, യോശുവയെ ദൈവം കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ, കാലേബിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ, ഗുണദോഷങ്ങൾ അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞപ്പോ അപ്പച്ചന്മാർക്ക് ചൂടായി. ആഹാ, ഞങ്ങൾ ഇത്ര നേരം പാട്ട് പാടിയത് നമ്പർ അടിച്ച് ഞങ്ങൾ വെറുതെയാണോ? ഞങ്ങളങ്ങോട്ട് പോകത്തില്ലയോ? ഞങ്ങളെ കൊണ്ടുപോകാതെന്ന് പോന്നെ കാണണം എന്ന മട്ടിലായി. അവർ പറയാം, നമ്മളങ്ങനെ ചിന്തിക്കും, നമ്മൾ പോയില്ലേ പിന്നെ ആര്? ഞങ്ങൾ പോയില്ലേ, ആര് പോകാനാ? അപ്പൊ അവർ പറയുക, ഇങ്ങനാണെങ്കിൽ ഞങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ പർവ്വതത്തിൽ കയറാൻ പോവാ. എത്ര പേർക്ക് മനസ്സിലായി? ഞങ്ങൾ പർവ്വതത്തിൽ കയറാൻ പോവാ. കാരണം ഒരു എരിവെന്നോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവര് പറയുക, ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പർവ്വതത്തിൽ കയറും, ഞങ്ങൾ ഉപവസിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ യുദ്ധം ചെയ്യും, ഞങ്ങൾ ശാസിക്കും. ചൂടങ്ങ് കയറി.
ചൂട് കയറി ഇവർ പർവ്വതത്തിലേക്ക് പോകാൻ നേരത്ത്, അതാണ് നമ്മുടെ കുറിവാക്യം, ദൈവം പറയുക, നിക്ക്, നിങ്ങൾ പോകാൻ വരട്ടെ, നിങ്ങളിപ്പോ പോകണ്ട. അല്ലേ? എന്താ വായിച്ചത്? നിങ്ങളിപ്പോ ആ ആ എല്ലാരും ശ്രദ്ധിച്ചോ? അവിടെ മോശ പറയുക, ദൈവം മോശയോട് സംസാരിക്കുക, മോശെ നീ ജനത്തോട് പറഞ്ഞോ അവരോട് പർവ്വതത്തിൽ കയറരുത്, അവരിപ്പോ യുദ്ധം ചെയ്യരുത്. എന്താ അതിന് കാരണം? എന്താ അതിന് കാരണം? ഞാൻ അവരുടെ ഇടയിൽ ഇല്ല, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകരുത്. നിങ്ങൾ ശത്രുവിനോട് എതിർക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുന്നത് ഒരാത്മിക പോരാട്ടത്തിനകത്താ. സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പോർക്കളമാണ്. ആണോ? എന്തുകൊണ്ടാണ് ദൈവം ഇവരുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞത്? ഇനി നമ്മൾ വായിച്ച വാക്യത്തിൽ പറയണം, 28:6 വാക്യം. ആ ആ മതി, ഒരു മിനിറ്റ് നിൽക്കണേ. ദൈവം പറയുക, നിങ്ങൾ കയറി പോകരുത്. എന്താ കാരണം? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇല്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കർത്താവ് അതല്ലേ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളുടെ കാശ് കൊണ്ട് ഒന്നും നടക്കത്തില്ല, അല്ലേ? നിങ്ങളുടെ ആൾ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ, ഒരു ആത്മീയ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ജീവിതത്തിൽ വിജയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം അവരുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, അവൻ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളതാ. സ്തോത്രം, സ്തോത്രം. കുറച്ച് പൈസ കൂടുതലുള്ളതല്ല, ആളുകൾ കൂടുതലുള്ളതല്ല, യേശു കൂടെ ഉള്ളതാ. അതുകൊണ്ട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. കാരണം എന്താ ഇല്ലാതിരിക്കാൻ കാരണം? നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് കയറുവാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കയറുവാൻ മനസ്സുണ്ടായില്ല. നിങ്ങൾക്ക് ആശയം പിടികിട്ടിയോ? കയറാൻ പറഞ്ഞ സമയത്ത് ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു അനുഗ്രഹത്തിന് നിമിഷമുണ്ട്, ദൈവം പറയുന്ന ചില നിമിഷങ്ങളുണ്ട്. ആത്മീകമായി അടുത്തു വരുവാൻ ദൈവം നമുക്ക് തന്ന സമയങ്ങൾ, ദൈവം നമ്മോട് ചേർന്ന് നടന്ന സമയങ്ങൾ, ആത്മീകമായി മെച്ചപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്താൽ ഒരുക്കപ്പെട്ട സമയങ്ങൾ, യുദ്ധം ചെയ്യുവാൻ ദൈവം നിന്റെ കാലുകൾക്ക് ബലം നൽകിയ സമയങ്ങൾ, നിനക്ക് അഭിഷേകം നൽകിയ സമയങ്ങൾ, അത് ആ സമയത്ത് നീ ഭയപ്പെട്ട് പിന്മാറി നിന്നു, നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു പോയി. എന്നിട്ടിപ്പോ അവൻ എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട തകർന്നു നിന്ന് ഇപ്പൊ പറയാ, ഇനി ഞാൻ കയറാൻ പോവാ. അതാണ് അവരുടെ അവസ്ഥ. എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ദൈവം നമുക്ക് തരുന്ന ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കയറേണ്ടത് എപ്പോഴാണെന്ന് ദൈവം പറയും. ആശയം പിടികിട്ടി? എന്താണ് ആശയം? ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം, ആ സമയം എപ്പോഴൊക്കെ കയറണമെന്ന് ചോദിച്ചാൽ തിരികെ ആ കൃപയിലേക്ക് മടങ്ങി വരുന്നത് വരെ. ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കണം, എങ്കിലേ നമുക്ക് ജയം കിട്ടുള്ളൂ. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കയറുവാൻ മനസ്സില്ലാതെ അപ്പോൾ ദൈവം എന്തുകൊണ്ട് കൂടെ ഇരുന്നില്ല? ഉത്തരം അനുസരണക്കേട്. അനുസരണക്കേടിൻ്റെ ആത്മാവാകത്തുണ്ടെങ്കിൽ ദൈവം കൂടെ കാണുകയല്ല. ദൈവം ഇന്ന് പകൽ ചെറുതോ വലുതോ എന്ത് കൽപ്പിച്ചാലും അതുപോലെ അനുസരിക്കാൻ വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നഷ്ടപ്പെട്ടതാ ദൈവ സാന്നിധ്യം. അനുസരണക്കേട് നമ്മളിൽ വന്നോ, എന്നിൽ വന്നോ, നിങ്ങളിൽ വന്നോ, അന്ന് ദൈവ സാന്നിധ്യം മാറിപ്പോയി. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പറയാം, കർത്താവേ എൻ്റെ അനുസരണക്കേട് എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ആരാധിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ അതിന് മുടക്കം വരുത്തി. ഉപവസിക്കാൻ ദൈവം എനിക്ക് ടൈം തന്നപ്പോൾ, ആരോഗ്യം തന്നപ്പോൾ ഞാൻ അതിന് പലപ്പോഴും മുടക്കം വരുത്തിയതാ. ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് നൽകിയപ്പോൾ പലപ്പോഴും ഞാനത് ഒഴിവാക്കി. കർത്താവേ എൻ്റെ അനുസരണക്കേട് എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റു പറയുമോ? അത് ഏറ്റുപറഞ്ഞ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മെ മടക്കി വരുത്തും. കേറാൻ മനസ്സില്ലാതെ, അപ്പം
ആത്മീയ കാര്യത്തിന് താല്പര്യമില്ലാതെ വന്നു. അതാ അവിടെ രണ്ടാമത്തെ കാര്യം. വായിച്ചേ. മതി മതി അവിടെ എഴുതിക്കുന്ന കേട്ടോ. യഹോവ നമ്മെ, അതായത് ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്ത തന്നെ തെറ്റി. ആരുടെ? നമ്മുടെ കാര്യമല്ല, ഇസ്രായേലിൻ്റെ കാര്യമാണ്. നമുക്കുണ്ടെങ്കിൽ നമ്മുടെയും ദൈവത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ചിന്ത പോയി. ദൈവത്തെക്കുറിച്ച് ആരാണെന്നാണ് പറയുന്നത്? ദൈവം നമ്മെ പകയ്ക്കയാൽ അയച്ചോ. അങ്ങനെയാണോ? ഇവര് പറയുക ദൈവത്തിന് നമ്മോട് പകയാ. എത്രവർക്ക് പിടി കിട്ടി? തിരുവെടുത്ത് പറയുന്നു അവിടുന്ന് സ്നേഹമാന്നാ. ദൈവം ആരാ? സ്നേഹിക്കുന്നവനാ. പക്ഷെ ഇസ്രായേൽ പറയാ ദൈവം ഞങ്ങളെ പകയ്ക്കുന്നു. ദൂത് പിടി കിട്ടുന്നുണ്ടോ? ഒരുപക്ഷെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളിലായിരിക്കാം അവരെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അവരാഗ്രഹിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടായിരിക്കാം. മരുഭൂമി യാത്ര നമുക്കറിയാം അല്ലേ? ആ മരുഭൂമിയിൽ, ചൂടേറിയ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ മാറയിലെ വെള്ളം കയ്പായിരുന്നു. ശരിയല്ലേ? യാത്രയുടെ തുടക്കം തന്നെ തടസ്സമായി നിൽക്കുന്ന വലിയ ചെങ്കടലായിരുന്നു അല്ലേ? തുടർന്നങ്ങോട്ട് മരുഭൂമിയിൽ അവർ ഭക്ഷണത്തിന് വേണ്ടി അല്ലേ നിലവിളിച്ച അനുഭവങ്ങൾ ഉണ്ടായി. അവരാഗ്രഹിച്ചു. അവരുടെ ആഗ്രഹം പോലെ പലതും നടന്നില്ല. ദൈവത്തോട് അവർ പെറുപെറുത്തു, ദൈവത്തോട് അവർ കോപിച്ചു, ദൈവത്തെ പരീക്ഷിച്ചു. തിരുവെടുത്ത് പറയുക, അവരവസാനം ദൈവത്തെക്കുറിച്ച് കണ്ടെത്തിയ കാഴ്ചപ്പാട് ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമല്ല, ദൈവത്തിന് ഞങ്ങളോട് പകയാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ്, കാഴ്ചപ്പാട് തെറ്റിയാൽ അപ്പോൾ നിങ്ങൾ അറിയണം ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുമാറും. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ എത്ര തകർച്ചയുണ്ടായാലും എത്ര പ്രശ്നമുണ്ടായാലും ഒരിക്കലും പറയരുത് ദൈവത്തിന് എന്നോട് വൈരാഗ്യമാ, ദൈവത്തിന് എന്നോട് വിരോധമാ, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, ദൈവം എന്നെ പകയ്ക്കുന്നെന്ന് പറയല്ലേ. ഇന്ന് പകൽ ജീവിത സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും ഇന്ന് പകൽ ഒരുമിച്ച് പറയണം, ഇതൊക്കെയാണെങ്കിലും എൻ്റെ അപ്പൻ എന്നോട് സ്നേഹമാ. എൻ്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലമുണ്ടെങ്കിലും എത്ര കഷ്ടതയുടെ ആഴങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ഒരാത്മികൻ പറയേണ്ടത് ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ കഷ്ടങ്ങൾ വന്നതിൻ്റെ രഹസ്യം തന്നെ അവിടുന്ന് എന്നോട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അതല്ലേ ദാവീദ് പറഞ്ഞത്, ഞാൻ കഷ്ടതയിലായത് ഗുണമായി. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ അല്ലേ വഴികളെ പഠിക്കാൻ അതെന്നെ സഹായിച്ചു. പക്ഷേ നിങ്ങൾ അറിയണം, ആരുടെ കൂടെയാണ് ദൈവം ഇല്ലാതിരുന്നത്? ദൈവ സാന്നിധ്യം ആരുടെ കൂടെ ഇല്ലാതിരുന്നത്? അനുസരണം കെട്ടവരോടുകൂടെ. അനുസരണക്കേട് വന്നാൽ ദൈവം കൂടെ ഇല്ല. 2, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് വ്യത്യാസം വന്നു. നേരെ തിരിച്ചാ അവർ പറയുന്നത്. മതി. ആ ചിന്തയിൽ രണ്ടാമത്തെ ഒരു പ്രശ്നം അവിടെ പറയുന്നത്, മിസ്രൈമിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് വിടുവിച്ച് അല്ലേ 10 അത്ഭുതങ്ങൾ, ബാധകൾ വരുത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി, ചെങ്കടൽ വറ്റിച്ച് മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ട് വന്നത് അവരെ നശിപ്പിക്കാനാണെന്ന് അവർ പറയുന്നു. നിങ്ങൾ നോക്കിയ ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന്. ദൈവം ഇവരെ അല്ലേ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ അവർ പറയാ ദൈവം ഞങ്ങളെ നശിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ഇന്ന് പകൽ പുത്രൻ വന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ. ഞാൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകാൻ. ഇന്ന് പകൽ കാൽവറി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി കർത്താവ് മരിച്ചത് എന്തിനു വേണ്ടിയാ? നീ നശിക്കാൻ വേണ്ടിയല്ല, നീ ഈ ഭൂമിയിൽ പട്ടുപോകാൻ, തകർന്നു പോകാനല്ല, നിനക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാ. ആമേൻ. ആ നിത്യജീവൻ തരാൻ വേണ്ടി വിളിച്ചിറക്കിയ ദൈവത്തിന് മുമ്പിൽ പറയുക, ദൈവം എന്നെ നശിപ്പിക്കാൻ കൊണ്ടുവന്നത്. എത്ര തെറ്റായ കാഴ്ചപ്പാട്. ഇന്ന് പകൽ കാഴ്ചപ്പാട് മാറിയാൽ ദൈവം കൂടെ കാണത്തില്ല കേട്ടോ. ഇന്ന് പകൽ പെന്തിക്കോസ്തുകളുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വികലമായി. ജീവിത സാഹചര്യങ്ങൾ, കുറച്ച് സാമ്പത്തിക തകർച്ചയുണ്ടായി, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു രോഗമുണ്ടായി, അല്ല കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ആമേ സ്നേഹവാനായ ദൈവത്തെ നേരെ തിരിക്കുക. ഈ ദൈവം സ്നേഹവാനൊന്നുമല്ല, ഈ ദൈവം പകയ്ക്കുന്നവനാണെന്ന് പറയുക. ഈ ദൈവം ആമൻ സ്വതം രക്ഷിക്കുന്നവനല്ല, ഈ ദൈവം നശിപ്പിക്കുന്നവനാ.
പറയുക. അങ്ങനെ പറഞ്ഞാൽ ദൈവം കൂടെ നിൽക്കുമോ? അവിശ്വാസം വന്നു, നിൽക്കുമോ? അവിശ്വാസം കയറി. ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെടും. ഇന്ന് പകൽക്കാലം എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മുടെ ആരാധനയിലും നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും ആത്മാവിൻ്റെ പകർച്ച വന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ആത്മാവിൻ്റെ ചൈതന്യം ഉണ്ടായില്ലെങ്കിൽ, നാം ദൈവ സാന്നിധ്യം രുചിച്ചറിയാൻ കഴിവില്ലാത്തവരായി മാറിയാൽ നിശ്ചയമായും നമ്മൾ ജയിക്കുകയല്ല, നമ്മൾ പരാജയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവ സാന്നിധ്യത്തിന് പകരം ദൈവം കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കത്തക്ക നിലയിൽ മനുഷ്യൻ പലതും ചെയ്തു കൂട്ടുകയാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ കയറിപ്പോകരുത്, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. സ്തോത്രം. നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് സ്വന്തമായി ജയിക്കാൻ പറ്റുകയില്ല. ഈ ദൂത് കേട്ടിട്ടും ദൈവം കൂടെ ഇല്ല എന്ന് അറിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തെന്നാ പറഞ്ഞേ? അവര് കയറിപ്പോയി, അല്ലേ? അവര് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചിന്ന് പ്രവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വയത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുക. സിസ്റ്റങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, കാര്യപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാ, അല്ലേ? ഇവർ സ്വയം ചിന്തിക്കുകയാ, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. യേശുവിൻ്റെ മാതാപിതാക്കൾ ചിന്തിച്ചതുപോലെ. എന്താ ചിന്തിച്ചത്? യെരുശലേമിൽ പോയി ആരാധന കഴിഞ്ഞ് വരുമ്പോൾ യേശുവിനെ കാണാനില്ല. മാതാപിതാക്കൾ വിചാരിച്ചു മകൻ കൂടെ ഉണ്ടാകും, വഴിയാത്രയിൽ ആളുകളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നടക്കുക, തോന്നലിൽ നടക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിന് പകരം തോന്നലുമായി ജീവിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ പ്രിയപ്പെട്ട. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഭാരം എന്ന് പറയുന്നത്, നമ്മളൊക്കെ തോന്നലുമായി ജീവിക്കുകയാണ്. കാരണം നമുക്ക് അനുസരണക്കേട് വന്ന ആ സെക്കൻഡിൽ എന്തോ പോയി, അല്ലേ? തിരിച്ചാ അനുസരണത്തിലേക്ക് വന്ന ദൈവ സാന്നിധ്യം, അതായത് ഇത് ഒരു ഒഴുക്കാണ്, ആത്മീക അനുഭവം ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആത്മീയത്തിൽ പോകുന്നത്. ഇതിന് വെളിയിൽ പോയാലോ, അല്ലേ? നിങ്ങൾ ഈ മില്ലിലൊക്കെ ചക്രം കണ്ടിട്ടില്ലേ? ആ ചക്രത്തിനകത്ത് ബെൽറ്റ് ഉണ്ടല്ലേ? ആ ബെൽറ്റിനകത്ത് കിടന്ന് എന്ത് ചെയ്യുന്നത്? ഈ കറങ്ങുന്നത്, ആ മോട്ടോറുമായി ഘടിപ്പിച്ച ആ ബെൽറ്റ് ഇപ്പുറത്ത് ആ ചക്രത്തെ കറക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറങ്ങുന്നത്. ഈ മോട്ടോറുമായി ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇത് കറങ്ങില്ല. തോന്നലുമായി ജീവിക്കരുത്. അവർ പറഞ്ഞു, ഇല്ല ഞങ്ങളങ്ങ് അനുസരിക്കാൻ പോവാ. അവർ കയറിപ്പോയി. സംഭവിച്ചത് എന്താ? അവർ പരാജയപ്പെട്ടു. അവരുണ്ടായിരുന്ന ശത്രുക്കൾ അവരെ ആക്രമിച്ചു. ദൈവം പറഞ്ഞതാ, നിങ്ങളിപ്പോൾ കയറിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ എത്രമാത്രം കൂടുതൽ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, അവൻ്റെ ഒപ്പം ചെയ്യുക എന്നുള്ളതാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനൊപ്പമുണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അവനൊപ്പം ഉണ്ടെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറും. കാനാവിലെ കല്യാണ വീട്ടിൽ ആരെയൊക്കെ വിളിച്ചു എന്നുള്ളത് പ്രസക്തമല്ല, യേശു അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം, അല്ലേ? മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്തത് പരിഹരിക്കാൻ കഴിയുന്നതിന് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് കാര്യങ്ങൾക്ക് വിടുതലുണ്ടാകുന്നത്. ഇവര് അവിടെ കയറിപ്പോയി, മറുത്തുപോയി. ഇന്നും പല ആളുകൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മത്തായി സുവിശേഷം 7:21-22 വാക്യങ്ങൾ. കണ്ടോ? കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ഇവർ നല്ല കാര്യമാണ് ചെയ്തത്, അല്ലേ? പർവ്വതത്തിൽ കയറി യുദ്ധം ചെയ്യാനായിട്ട് പോയതല്ലേ? യുദ്ധം ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്തതാ?
പറഞ്ഞതാ, പക്ഷേ ഇവർ അനുസരിച്ച സമയം മാറിപ്പോയി. അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ചിന്തിക്കുന്ന എനിക്കറിയാൻ വയ്യ. നമുക്ക് ലഭിച്ച സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ കടന്ന് തുഴയുക. ദൂത് പിടി കിട്ടുന്നവർക്ക് മനസ്സിലാവും. പിന്നെ കടന്ന് തുഴയുക നടക്കുമോ? ഇനി ദൈവത്തിൻ്റെ ഒരു ടൈം വരണം. ശരിയാണോ? ദൈവം പറഞ്ഞു നിങ്ങളിപ്പോൾ ചാടിയിട്ട് ഒരു കാര്യവും, എത്ര ചാടിയിട്ട് നിങ്ങളിപ്പോൾ ഒന്നും പ്രാപിക്കുകയല്ല. നിങ്ങളിപ്പോൾ ഉറപ്പാക്കേണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. അതിനെന്താ മാർഗം? വിശ്വസിക്കണം, വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കണം. 2, അനുസരണത്തിലേക്ക് മടങ്ങി വരണം. എപ്പോൾ പോകാൻ പറഞ്ഞാലും പോകണം, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യണം. അല്ലേ? നിങ്ങൾക്ക് വല്ല പിടി കിട്ടിയോ? എന്നാ അങ്ങനെ നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം പറയുന്നത്. അവിടുന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴും മാത്രമേ അനുഗ്രഹം ഉണ്ടാവൂ. സ്തോത്രം. വക്കോളം നിറയ്ക്കാൻ അവിടുന്ന് പറയുമ്പം നിറച്ചാലേ വെള്ളം വീഞ്ഞാവും, അല്ലെങ്കിൽ വെള്ളം കോരി നിറയ്ക്കാം. സ്തോത്രം. പടകിൻ്റെ വലതുവശത്ത് 10,000 വട്ടം വീശിയാലും മീൻ കിട്ടത്തില്ല. പകരം അവിടുത്തെ വാക്കിന് വല വീശണം. ഇതൊരു ആത്മീയ സത്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്കെന്താ ഇനി ചെയ്യാൻ പറ്റുന്നത്? നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? ഒറ്റ കാര്യം, സാന്നിധ്യം ഉറപ്പാക്കണം. സാന്നിധ്യത്തെ തടയുന്നത് നമ്മുടെ അവിശ്വാസമാണ്, നമ്മുടെ പാപമാണ്, നമ്മുടെ അനുസരണക്കേടാ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതിയാണ്. ഇന്ന് അത് ദൈവസന്നിധിയിൽ മനഃപൂർവ്വം ഏറ്റുപറയണം. കർത്താവേ, എൻ്റെ അവിശ്വാസം ക്ഷമിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന അനുസരണക്കേട് എന്നോട് ക്ഷമിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ ഞാൻ പറഞ്ഞു പോയത്, ചിന്തിച്ചത് എന്നോട് ക്ഷമിക്കണം. കർത്താവേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് തിരികെ നൽകണമേ. നിൻ്റെ കൂട്ടായ്മ എനിക്ക് തിരികെ നൽകണമേ. നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാ കർത്താവേ. ഞാൻ അങ്ങെന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാ. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. ആ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അങ്ങനെ നമ്മളെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നാൽ ദൈവം നമ്മോട് സംസാരിക്കാനിടയായിത്തീരും. ദൈവം സംസാരിക്കുമ്പോൾ അല്ലേ, എന്തു തന്നെയാണെങ്കിലും അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാനിടയായിത്തീരും. എല്ലാ കണ്ണുകളും ഇന്ന് പകൽക്കാല ദൈവസ്ഥലം നടയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചാട്ടെ. നമുക്ക് നമ്മുടെ പാപങ്ങളൊന്ന് ഏറ്റുപറയാം. കർത്താവേ, ഞാൻ പലപ്പോഴും സ്വത്രം അവിശ്വസിച്ചിട്ടുണ്ട്. അനുസരണക്കേട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ അനുസരണക്കേട് എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് വികലത വന്നു പോയിട്ടുണ്ട്. കർത്താവേ, ഞാൻ പലപ്പോഴും അവിശ്വാസത്താൽ ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണയെ സംശയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ സംശയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കിയില്ല. കർത്താവേ, അങ്ങനെ സ്നേഹിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങനെ കരുതുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങനെ കൈവിട്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ കാലം കർത്താവേ, ആമേൻ, അങ്ങയുടെ കൂട്ടായ്മ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണമേ. അങ്ങ് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുവാൻ, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് യുദ്ധം ചെയ്യുവാൻ, അങ്ങയുടെ വാക്ക് കേട്ട് സഞ്ചരിക്കുവാൻ, അങ്ങ് പറയുന്നത് പോലെ നടക്കുവാൻ, അങ്ങ് പറയുന്നത് പോലെ സംസാരിക്കുവാൻ, അങ്ങ് പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങ് പറയേണ്ടത്, അങ്ങ് പോകണ്ട എന്ന് പറയുന്നിടത്ത് പോകാതിരിക്കാൻ, അങ്ങ് സംസാരിക്കണ്ട എന്ന് പറയുന്നിടത്ത് മിണ്ടാതിരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ ആജ്ഞപ്രകാരം, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കണമേ.